നമ്മൾ കുക്കുവിനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. നമ്മളിതാ പോവാണ് കക്കാടംപൊയിൽ. അതിലിതാ കുക്ക് കയറാൻ പോവാണ്. കുക്കതാ കയറുന്ന. നമ്മളിന്ന് പോകുന്നത് കക്കാടംപൊയിലേക്കാണ്. ഇന്നലെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങിൽ പുറമെ നമ്മളിന്ന് പോകാൻ പോവാണ്. ഇവർക്കൊന്നും കാർ എടുക്കാൻ കഴിയില്ല. എന്നിട്ട് എന്റെ പണ്ടത്തെ അച്ഛന്റെ കാർ എടുത്ത് പടക്കുതിര എടുത്ത് ആൾട്ടോ എടുത്ത് ഞാൻ വരികയാണ്. ഓൾ ഈസ് ഗോൾഡ്. കണ്ടീഷനെല്ലാം മോശമൊന്നുമില്ല. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. വണ്ടി ഒക്കെയാണ്. പെട്രോൾ അടിക്കാൻ പറഞ്ഞു മോനെ. കൊടിയോടി പെട്രോൾ അടിക്കാൻ പിന്നെ അങ്ങനെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുവള്ളി എത്തി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് നമ്മൾ ബാക്കി അപ്ഡേഷൻ ചെയ്യണം. നമ്മളൊരു വൈക്ക് പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ യൂട്ടേൺ എടുക്കേണ്ടി വരും. ചിലപ്പോൾ അതുള്ള കൂട്ടം നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, അതുള്ള കൂട്ടാ അതിന് അങ്ങോട്ട് നിൽക്കാലോ. മുറ്റത്തെ വരെ ഉണ്ടാക്കാനാകുമോ? ഗൂഗിൾ മാപ്പ് തീർച്ചയായും നമ്മൾ പക്ഷേ ചെറുത് ഗൂഗിൾ മാപ്പ് എല്ലാ സമയത്തും ആക്യുറസി ആവുമെന്ന് വരുമൊന്നും വരില്ല. ചില മിസ്റ്റേക്കുകളൊക്കെ വീട്ടിലുണ്ട്. നമ്മളിപ്പോ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ. അതെ അതെ. യൂട്യൂബ് വൈറലാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തോ വർത്താനം പറയാം. ഓ ജീപ്പ് പോയിക്കുന്നു. ആകാശിന്റെ ജീപ്പില്. ആകാശ് യു മിസ് യു മാൻ. ചായപ്പൊടി കണ്ടു ഓമശ്ശേരി എവിടെയും തുറന്നിട്ടില്ല ചായപ്പൊടി. അതുകൊണ്ട് എന്തായി ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇടത്തി ശാന്തി ഹോസ്പിറ്റലിൽ എത്തി ക്യാൻറ്റീനിൽ വന്നിട്ട് നമ്മൾ ചായ അടിക്കാൻ പോവുകയാണ്. അതെ ചായ കാപ്പി എണ്ണക്കടി കട്ടൻ ചായ അത് പോകുന്നുണ്ടോ ഇനി? ഞാൻ പറഞ്ഞ ഈനങ്കാടി കൂടുതലായിട്ടുണ്ട്. മഴ എടുക്കേണ്ടി വരും. എനിക്കൊരു ബോണ്ട. എല്ലാരും പ്രോട്ടീൻ റിച്ച് ഫുഡായിട്ട്. നോമ്പ് കാലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ മുക്കം ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ശാന്തിന്റെ ക്യാൻറ്റീനിൽ കയറിയിട്ട് നിങ്ങൾ കഴിക്കാം. നമ്മളിപ്പോ ഇങ്ങനെ ചായ കുടിച്ച് നമ്മളിപ്പോ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരൊറ്റ സെക്ഷനിൽ നമ്മളിനി കക്കാടംപൊയിൽ പിടിക്കാനാണ് നോക്കുന്നത്. കാടിന് വേഗം ഒരേ കത്തണം. വേഗം എത്തണം പറഞ്ഞു. ഞങ്ങൾ മാക്സിമം ഞങ്ങൾ വേഗം നോക്കും. പിന്നെ പരിപാടികളും എല്ലാ പരിപാടികളും മാക്സിമം എത്ര നേരം വൈകാൻ പറ്റുമോ അത്ര നേരം വൈകാൻ. നല്ല റോഡാണ് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? ഏതാ റോഡ്? ആ വളവൊക്കെ വളഞ്ഞ സ്ട്രെച്ച് ഉണ്ട്. നമ്മളിപ്പോ പ്രോ റൈഡറും കൂടിയാണ്. കഴിവേറിയാണ്. ഹരിഗോവിന്ദുണ്ട്, വിഷ്ണുണ്ട്, അതിലുണ്ട്. റീൽ ഇന്നലെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അയച്ചതൊക്കെ പോയാലോ നല്ല ബീഫ് മറ്റേ പോത്തുംകാല കിട്ടുന്നത്. പിന്നെ ഒരു തിരുനെല്ലിയുള്ള ആടെ ചെയ്ത ഒരു അങ്ങാടിനെ വീഡിയോ അയച്ചത്. നല്ല തിരുനെല്ലി പോയാ ഒറ്റ മൈൻഡ് ചെറുത്. എനിക്ക് ഒറ്റ മൈൻഡ് ഇല്ലല്ലേ. ഓ ഈ പെണ്ണ് കെട്ടി മക്കളാണല്ലോ. അപ്പൊ എനിക്ക് തന്തമായി പാടില്ല പോലെ ചെക്കന്മാരായി കിട്ടില്ലല്ലോ അല്ലേ? ഏരിയ
മനസ്സിലാക്കണം. നേരത്തെ കാലത്തും കല്യാണം കഴിച്ചതാ ഇതുപോലെ ലോക്കായി കേട്ട് പോവാൻ പറ്റാണ്ട്. അങ്ങനെ നമ്മള് മലയോര മേഖലയായ തിരുവമ്പാടി നമ്മൾ എത്തിയിട്ടുണ്ട്. തിരുവമ്പാടിന്ന് നമ്മൾ ഇനിയിപ്പോ റൈറ്റ് തിരിയാണ്. ആ ചെങ്ങായി ചെയ്ത റോങ് അല്ലേ ഗൈസ്, ഒറ്റടിക്കലെടുത്തല്ലേ ഗൈസ്. അങ്ങനെ നമ്മള് തിരുവമ്പാടി കവർ ചെയ്ത് കഴിഞ്ഞു. നല്ല റോഡാണ് കേട്ടോ ഗൈസ്, നല്ല റോഡാണ് ഗൈസ്. കക്കാടംപൊയിലെ കുറിച്ച് 2 വാക്ക് എല്ലാരും സംസാരിക്കും. ഇതിനെ കുറിച്ചുള്ള അറിവുള്ള കാര്യങ്ങൾ ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ടോ? ഈ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും റീൽസിലൊക്കെ ക്ലിക്കായ സാധനം ഏത്? കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ക്ലൈമറ്റ് ഉള്ള സ്ഥലം. തീർച്ചയായിട്ടും അത് നന്നാവും. അതെ. പിന്നെ അല്ലാതെ കോഴിക്കോട് ജില്ലയാണെങ്കിലും മലപ്പുറം ബോർഡറാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നമ്മൾ മലപ്പുറത്തെത്തി. ഗൂഗിൾ നോക്കി പറഞ്ഞു നിൽക്കുന്നത്. എന്താ പറയാ, കല്യാണം സീരിയസ് ആയ പോലെ അല്ലേ? ഫ്രീ ആവും, ഒന്ന് ഫ്രീ ആയതാ. തന്തയല്ലത്, തന്ത ഇത്ര ചില്ലായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് കക്കാടംപൊയില് തിരിഞ്ഞു. കോടയല്ല, മഞ്ഞുണ്ട്. ഞങ്ങള് വെച്ചാല് ഒരു 4:45 ഇറങ്ങണം. 5 മണിയൊക്കെ ആകുമ്പോ, ഷാർപ്പ് 5 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങണം വെച്ചത്. പക്ഷെ ഈ ചെങ്ങാന ഒരേ കുഴി കൂട്ടിയത് ഞങ്ങള് 5:30 മണിക്കാണ്. ചെങ്ങായി വീട്ടിൽ പോയി വിളിച്ചു ഉറപ്പ്. ചെറുത് ആണെങ്കിൽ 4:30 മണി മുതൽ എല്ലാരെയും വിളിച്ച് ആക്റ്റീവ് ആകുന്നുണ്ട്, വെറുപ്പിക്കുന്നുണ്ട്. വെച്ചാല് ഫുൾ ആക്റ്റീവ്. എന്നിട്ട് ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് തന്നെ എടുത്തിട്ടില്ല, ഇന്നാൾ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പല്ല് തേക്കണോ, പല്ല് തേക്കണോ, ഷർട്ട് ഇട്ടിട്ട് മെനയാവുന്നില്ല. അങ്ങനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകല്ലോ. ഒരു നമ്മള് യാത്ര പോകണം. അപ്പൊ അതിനെ വേഗം വന്നിച്ചാൽ മതി. വളരെ നാച്ചമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് കാണുന്ന കേരള പോലീസ് ഒന്ന് കമന്റ് ചെയ്യണേ. ഏതാ ആംബിയൻസ്? ഈ ആംബിയൻസിലൊക്കെ വേണം വീട് ഉണ്ടാക്കാൻ. എടാ വീട് കടമ്പൂല പാർക്കാണ് കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റോഡ് മോശമായി, നടക്കേണ്ടി വന്ന്. ഇത് പ്ലാനിലല്ല. സൂര്യനെ കുറിച്ച് അയ്യോ കാണുന്നുണ്ടോ? ഗൈസ്, ആ തൂമ്പ് കാണുന്നുണ്ട് നിങ്ങൾ? ആടെ നമ്മൾ എത്തണം. ഇതാ റോഡ്. ഇങ്ങനെയാണ് റോഡ് വരുന്നത്. പക്ഷെ അതാ എത്തിയിട്ടുള്ളൂ. ഇനി 2 കിലോമീറ്റർ മുമ്പ് നടക്കാനുണ്ട്. ആറ് മണിയാകുമ്പോ വരുന്നു, 6 മണിയാകുമ്പോ വരുന്നു, 7 മണിയാകുമ്പോ നാട്ടില്, 7 ആകുമ്പോ തിരിച്ചിറങ്ങുന്നു. നമ്മള് കക്കാടംപൊയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആയ ഈ താഴെ മുക്കുന്ന തുടങ്ങാണ്.
ഞങ്ങൾ ആദ്യം വിചാരിച്ച വണ്ടി ഇവിടെ വരെ എത്തി ഞങ്ങൾക്ക് സുഖമായിട്ട് 6 മണിയാകുമ്പോൾ വന്ന് 7 ആകുമ്പോൾ അടുത്തി 8 മണിയാകുമ്പോൾ തിരിച്ച് നാട്ടിലെത്താനുള്ള മൈൻഡായിരുന്നു. പക്ഷെ പ്ലാനിങ് ഒക്കെ മാറ്റി. ശരിക്കും അങ്ങനെയാണല്ലോ, പ്ലാനിങ്ങുകളൊന്നും നടക്കാറില്ല നമുക്ക്. നമ്മളെ നാട്ടിൽ കാണാത്തിരിക്കൂലേ? റേറ്റ് പറഞ്ഞില്ല, റേറ്റ് പറഞ്ഞില്ല. വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, സിംഗിൾ ആണ്, 28 വയസ്സ്, പെണ്ണുണ്ടെങ്കിൽ ഒന്ന് പറയാം. നോക്കണ്ട, അവന് കുട്ടിയായി. എനിക്ക് ചെറിയ കുട്ടിയായിന്. അതല്ല, എനിക്ക് ചെറിയ വാവയായിന്. നല്ല ടാറിട്ട് റോഡാണ് മാറിയിരിക്കുന്നത്. ഇനി ഇതാണ് കളി. ബൈക്ക് എടുത്ത് പോവാ, സിംഗിൾ ആയിട്ട് പോവാ എന്നാ കേറൂ. പറഞ്ഞാട്ട് കേൾക്കാം. അപ്പൊ എല്ലാവർക്കും എക്സ്പൾസോ അല്ലെങ്കിൽ ഹിമാലയനോ 220 ചെക്കന്മാരുടെ ബൈക്ക് 220 കയറി കയറില്ലാന്നോ അടിച്ചു മിനിക്കുന്നേ. ബൈക്ക് നിർത്തിയത് ഇതാ ജിമ്മിലൊന്നും പോവാത്ത നല്ല കുത്തരിച്ചോറും അല്ല റേഷനും തിന്നുന്ന ടീമാണ് ഞങ്ങളൊക്കെ. ഡെയിലി ജിമ്മിൽ പോകുന്ന അതൊക്കെ നൊരയും പതിയും വന്നിക്കുന്നതാണ്. ഓടിക്കരുതോ. ഞാൻ പറയുന്നത് ആടത്തി നിർത്തിക്കാം. ഇതൊന്നും കട്ട് ചെയ്യല്ലേ. തിരക്ക് ഇനി 3 കിലോമീറ്റർ ആയിട്ട് കയറിയാലോ? ഓടിയായിട്ട് കയറാം. 1 കിലോമീറ്റർ അതേ ഉള്ളൂ, കുറവാട്ടോ. നമ്മള് ചെമ്പ്രപ്പിക്ക് കയറി ഓർമ്മ. അതിന്റെ ഒക്കെ വെയിലൊന്നില്ലത്. അതില്ല, സത്യം. അപ്പോഴത്തേക്കുകളൊക്കെ കച്ചു. നിങ്ങളെ അവസ്ഥ എന്ത് ഞാൻ ആലോചിക്കാം. പ്രായത്തില് വേറെ കഥ ഞാൻ പറഞ്ഞതാ. ഒറ്റ കണ്ടില്ലേ, മോള് തിരയെ കയറാനാകുന്നില്ല. പാടിത്തും. അല്ലാണ്ട് പുരേ പോണോന്നുള്ള മൈൻഡിൽ ഒറ്റ അടിക്കായിട്ട് കയറി ഒറ്റ അടിക്ക് ഇറങ്ങി വരിക എന്നുള്ള രീതിയല്ല ഞങ്ങളത്. ഇങ്ങനെ ഓരോ കുരുകളൊക്കെ ഓരോന്ന് ആസ്വദിച്ചു വ്യൂ നോക്കി. ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചു പോണോ? ഞാൻ ഉള്ള പറയാലോ. അല്ലാണ്ട് റോഡൊക്കെ നന്നായിട്ട് വണ്ടിയും കാറും ബൈക്കൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ട് വരിക. പൊട്ടൻ ചന്തയ്ക്ക് വന്നോണം 8 ഓടി മല കയറുക, 8 ഓടി താഴ്ത്തി ഇറങ്ങി പോവുക. അന്നപ്പോ നിങ്ങൾ വന്നച്ചാ ആദ്യം ഇങ്ങോട്ട്. ഞാൻ വേറെ എന്റെ ഒരു പേഴ്സണൽ ഇതാണ്, മറ്റേ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. വണ്ടിയിൽ നേരത്തെ വരുമ്പോ എന്നല്ലോ പറഞ്ഞു, നല്ല റോഡാണ്, എല്ലാരും വരണോ, വഴി റൂട്ടും തട്ടുകട വരെ പറഞ്ഞു കൊടുത്തല്ലോ. സർക്കാർ ഇങ്ങോട്ട് കണ്ണെത്തിയില്ലാന്ന് തോന്നുന്നുണ്ട്. അതാ തോന്നുന്നു റോഡ് ഇങ്ങനെ കിടക്കുന്നത്. സർക്കാർ ഒന്നും കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ യുവാക്കൾക്ക് നടക്കാനുള്ള സ്ഥലം സെറ്റ്, റോഡ് സെറ്റ്. ഗൈസ്, അങ്ങനെ ബേസ് പോയിന്റ് പകുതി എത്തി. ബേസ് പോയിന്റ് 1-ലെത്തി നമ്മൾ. ഇനിയും ഉണ്ട് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററിന് അടുത്തുണ്ട്. ഭയങ്കര പാടാണ് ഗൈസ്. ശരിയാണ്ടോ? പൈസ ഉള്ളവർ ജീപ്പ് വിളിക്കുക. അതെ, പൈസ ഇല്ലാത്തവർ നടന്നു. പക്ഷെ വൈബ് നടത്തുന്നു. പക്ഷേ അതേപോലെ തന്നെ പൈസ ഉള്ളവരാണെങ്കിൽ ജീപ്പ് വിളിക്കുക. പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമ്മളെ പോലെ ആൾക്കാരാണെങ്കിൽ നമ്മൾ അഡ്വഞ്ചർ, പൈസ ഇല്ലാതെ അഡ്വഞ്ചർ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. മോശപ്പെട്ട റോഡാണ് ഗൈസ്, നല്ല മോശമാണ്. ഇതിലൊന്നും അങ്ങനെ നമ്മൾ താഴത്തെത്തി. പക്ഷെ ഇവിടെ വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് വന്നേ. പേടിയേണ്ടതാ സെറ്റപ്പൊക്കെ ഉണ്ട്.
പക്ഷേ അത് തുറന്നിക്കില്ല കാണുന്നുണ്ടോ? അത് ടാട്ടനും ഹരിയാ. കോഴി ഇതാ എത്തി. കോഴിയാ വയ്ക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ മുകളിലെത്തിയിട്ട് പറഞ്ഞുതരാം. നടക്കട്ടെ. കുന്നില്ല, കുറവാ. ഇത്രേ ഉള്ളൂ. ബൈക്ക് പോകുന്നു. ഓട്ടോറിക്ഷ ഓടുന്നേ ഒരിക്കലും ലാടെ നമ്മൾ പോണ്ടി തെറ്റിപ്പോയതാ. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞ പോവൂല. എന്താ എനിക്ക് വഴി പോകും. ഇവിടെ വരെ വണ്ടി വരൂ. മറ്റേ സിനിമയിലോണയാ. എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കേരളത്തിനെ കുറിച്ച് നല്ല സ്ഥലം. എന്താ അറിയില്ല, നമ്മുടെ ശരീരത്തിൽ കുറെ ഫാറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. അതിനിപ്പോ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ലേശം കൺജസ്റ്റഡ് ആണ്. ആ ക്യാമറ ലേശം തിരിച്ചു. അതിനകത്തൊന്നുമില്ല കയറാൻ, കുറച്ചേ ഉള്ളൂ. ഇത് വിചാരിക്കുന്ന അത്ര കയറാനൊന്നുമില്ല. പക്ഷെ ആ വഴി അവിടെ കയറണ്ടി. ഇത് അധികം ഇല്ല. ആ മലയും കയറണ്ടി. ഒന്ന് കാണിച്ചു കൊടുക്കും മുന്നില്. ആ മല നമ്മൾ കയറണ്ടി. അതിന്റെ മുകളിൽ കയറിയാണ് യഥാർത്ഥ ഒരു ഇത് കിട്ടുക. തുടങ്ങും. 2 വാക്ക് ഇതിനെ കുറിച്ച് 2 വാക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച്. ഇത് നല്ല സ്ഥലം, പക്ഷെ ക്ലൈമറ്റ് പോരാ. ആര് കാരണം? അതാര് കാരണം? അതാര് കാരണം? ആര് കാരണമല്ല. 15 മിനിറ്റ് ഒന്നല്ല, ഈ 3/4 മണിക്കൂർ. ഇപ്പോഴത്തെ എനിക്ക് പോരാ എത്തായി. കഴപ്പ് അറ്റ് പീക്ക്. കഴപ്പ് രണ്ടാമത്തെ. നമ്മളിപ്പോ മുകളിൽ കക്കാടംപൊയിലെ ഏറ്റവും മുകളിൽ ടോപ്പിലാണ് നമ്മൾ എത്തിയത്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന റോഡുകൾ എന്ന് വെച്ചാൽ നല്ല നല്ല ടൈറ്റ് റോഡാന്ന് വെച്ചാൽ നല്ല അലമ്പ് റോഡാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം കാലാവസ്ഥൻ്റെ ആയിരിക്കും, ചിലപ്പോൾ റോഡ് പണീൻ്റെ ആയിരിക്കും. പക്ഷെ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മളിങ്ങോട്ട് വന്നത്. നല്ല കിതക്കൽ കിടക്ക്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ മതി. എല്ലാവരും നല്ല കിതപ്പാണ് കിതച്ചത്. നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ഒരു കണ്ടില്ലേ, കാണാം. അങ്ങോട്ട് കാണിച്ചു വിടുന്ന ശേഷം നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഫുള്ള്. പിന്നെ ജീപ്പിനൊക്കെ ഇങ്ങോട്ട് സഫാരി ഒക്കെ ഉണ്ട്. അതിന് നമ്മളൊരു അഡ്വഞ്ചർ പോലെ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പേയ്മെന്റ് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല നമുക്ക്. പക്ഷെ നമ്മള് ഇതെടുത്ത് ഞങ്ങൾ വന്നതാണ്. ബാക്കി കാഴ്ചകളൊക്കെ എനിക്ക് കാണിച്ചു തരുവാനും. സൂര്യൻ എന്ന പാട്ടൊക്കെ ഇട്ട് ചാമ്പിക്കൂടി. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്. പറയുന്ന വെച്ചാല് ഒരു പൊലച്ച ഒരു 4 മണി 5 മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിപ്പോണം. എന്നിട്ടൊരു സൺറൈസ് ഒക്കെ കാണണം. 6 മണിയാകുമ്പോ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ആടുന്ന് കിട്ടുന്ന വെള്ളം കൊണ്ടുവരാം. ടാട്ടറെ കല്യാണം ആകുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരും ചോറ് വെമ്പാനാണ്. ചേട്ടിൽ സാധനം വെച്ചിരിക്കുന്നല്ലേ. ആയിട്ടില്ല, കാലിന് പറ്റിയിട്ട്. ആ കാലും വെച്ചിട്ട് കാലും വെച്ചിട്ടാണ് അവൻ കേറി വന്നത്. അപ്പൊ അതിന് ഭയങ്കര ഒരു അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ജവാൻ ജയ് കിസാൻ. ഗൈസ്, അങ്ങനെ വെയിൽ നല്ല ഉച്ചിയിൽ അടിച്ചുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണ്. അത് വേറെ സത്യം വെച്ചാൽ ടാട്ടന് വേഗം പുരേ പോകണം, അതൊരു കാരണമാണ്. പിന്നെ സൂര്യൻ, അതൊരു കാര്യമാണ്. അപ്പോൾ താഴത്തെത്തിയിട്ട് ബാക്കി വിവരങ്ങൾ ഇന്നിപ്പോ വന്ന വഴി എന്ന് വെച്ചാല് വാഹനം വരുന്ന വഴിയാണിത്. ജീപ്പുകളൊക്കെ അങ്ങോട്ട് സഫാരി വരുന്ന വഴിയാണ്. അതാണ് നമ്മൾ തിരിച്ചിറങ്ങാൻ നോക്കുന്നത്. ശരിക്കും ഇതൊക്കെ ഡയറക്റ്റ് അവലെ വഴി മുട്ടൂലേ. കഴിഞ്ഞ നമ്മൾ തിരിച്ച് കേറിയത് നമ്മള് ഇങ്ങനെ നമ്മള് താഴെത്താനാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൺജസ്റ്റഡ് ആണ് റോഡൊക്കെ കാണുന്നത്.
അങ്ങനെ നമ്മൾ താഴത്ത് തുടങ്ങിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ചെക്കൻ വെച്ചിരിക്കുന്നതാണ്. ഭയങ്കര ടയർഡായിപ്പോയി. അയാള് മീൻകറി സാലിന് പറയാം. എന്താ 2 ബീഫ് ഫ്രൈ കേട്ടോ. ഇത്രയും ചായ മാത്രമേ ഉള്ളൂ.